പുതിയൊരു ഭാഷ പഠിക്കാൻ തുടങ്ങുമ്പോൾ ഇതൊരു വലിയ മല കയറുന്ന പോലെയാണല്ലോ എന്ന് എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ? അപ്പോ ഇന്ന് നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നതെന്നറിയോ? 7ാം ക്ലാസ്സിലെ ഒരൊറ്റ അറബി പാഠമെടുത്ത് അതിനിങ്ങനെ ഓരോ കഷ്ണങ്ങളാക്കി മാറ്റി ഭാഷാപഠനം ശരിക്കും എത്ര സിമ്പിളും രസകരവുമാക്കാമെന്ന് നോക്കാൻ പോവാ. ആദ്യമായിട്ടിത് കാണുമ്പോൾ എന്തൊക്കെയോ ആണല്ലോ എന്ന് തോന്നുമല്ലേ? നിറയെ അറബി അക്ഷരങ്ങൾ, എന്തൊക്കെയോ ചോദ്യങ്ങൾ, ഗ്രാമർ. പക്ഷേ പേടിക്കാനൊന്നുമില്ല. ഇതിൻ്റെ ഉള്ളിലൊരു നല്ല കഥയുണ്ട്, കുറേ വാക്കുകളുണ്ട്, സിമ്പിളായ നിയമങ്ങളുണ്ട്. അതൊക്കെ നമുക്ക് ഒരുമിച്ച് പതിയങ്ങ് കണ്ടുപിടിക്കാം. അപ്പോൾ തുടങ്ങിയാലോ? അപ്പോൾ നമ്മൾ ഈ പാഠത്തിലൂടെ എങ്ങനെയാണ് മുന്നോട്ട് പോകുന്നതെന്നറിയോ? ആദ്യം നമ്മൾ ഇതിലൊരു ഹീറോയുടെ കഥ കേൾക്കും. പിന്നെ ആ കഥയിലുള്ള കുറച്ച് പ്രധാനപ്പെട്ട വാക്കുകൾ പരിചയപ്പെടും. അത് കഴിഞ്ഞ് അറബിയിലൊരു ചെറിയ ഗ്രാമർ ടിപ്പ് നോക്കും. പിന്നെ പഠിച്ച കാര്യങ്ങൾ വെച്ച് 2-3 ചോദ്യങ്ങൾക്ക് ഉത്തരം കണ്ടെത്താൻ ശ്രമിക്കും. അവസാനം സ്വന്തമായൊരു സെന്റൻസ് ട്രാൻസ്ലേറ്റ് ചെയ്യുന്നിടത്ത് നമ്മളെത്തും. എല്ലാം സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട്. ഏതൊരു ഭാഷ പഠിക്കുമ്പോഴും അതിലെ കഥകൾ കേൾക്കുന്നതാണ് ഏറ്റവും നല്ല വഴി, അല്ലേ? അപ്പോൾ നമുക്ക് നേരെ ഈ പാഠത്തിന്റെ ഹൃദയത്തിലേക്ക് തന്നെ പോകാം. മുനീർ എന്ന ഒരു കൊച്ചുമിടുക്കന്റെ കഥയിലേക്ക്. കഥ തുടങ്ങുന്നത് ഇങ്ങനെയാണ്. നമ്മുടെ ഹീറോ മുനീർ ഒരു ദിവസം പെട്ടെന്ന് അവന്റെ അയൽവക്കത്തെ വീട്ടിൽ നിന്ന് ഭയങ്കരമായി പുക വരുന്നത് കാണുകയാണ്. ആ ഒരു കാഴ്ചയോടെ കാര്യങ്ങളെല്ലാം ആകെ മാറുന്നു. എന്തായിരിക്കും അവിടെ സംഭവിച്ചിട്ടുണ്ടാവുക, അല്ലേ? എല്ലാരും പേടിച്ചിരിക്കുന്ന ആ സമയത്ത് മുനീറിന്റെ ഉമ്മ അവനോടൊരു കാര്യം പറയുന്നു. മോനെ, വേഗം ഫയർ സ്റ്റേഷനിലേക്ക് വിളിക്കേ. മുനീർ പിന്നെ ഒന്നും നോക്കിയില്ല. 1 സെക്കൻഡ് പോലും കളയാതെ ഫോൺ എടുത്ത് കാര്യം പറഞ്ഞു. നോക്കൂ, ഒരു ചെറിയ കുട്ടിയാണെങ്കിലും എന്ത് ധൈര്യത്തോടെയും ഉത്തരവാദിത്വത്തോടെയുമാണ് അവൻ ആ കാര്യം ചെയ്തത്. അങ്ങനെ ഫയർഫോഴ്സ് കറക്റ്റ് സമയത്ത് തന്നെ എത്തി തീയൊക്കെ കെടുത്തി. എല്ലാവരും അവരെ ചെന്ന് അഭിനന്ദിച്ചപ്പോൾ അവരിലൊരാൾ പറഞ്ഞു, ഇത് ഞങ്ങളുടെ ജോലിയാണ്, ശരിക്കുള്ള നന്ദി പറയേണ്ടത് നിങ്ങളുടെ ഈ കൊച്ചു അയൽക്കാരനോടാണ്. കാരണം എന്താ, ആ കറക്റ്റ് സമയത്ത് മുനീർ വിളിച്ച ആ ഒരൊറ്റ ഫോൺ കോൾ ഇല്ലായിരുന്നെങ്കിൽ ഒരുപക്ഷെ വലിയൊരു അപകടം നടന്നേനെ. അപ്പോൾ ധീരനാകാൻ പ്രായമൊന്നൊരു പ്രശ്നമല്ലെന്ന് ഈ കഥ നമുക്ക് കാണിച്ചു തരുന്നുണ്ട്. അപ്പോൾ കഥയുടെ ഒരു ത്രില്ലൊക്കെ നമുക്ക് കിട്ടിയല്ലോ. ഇനി നമുക്ക് ആ കഥയെ ഇത്രയും ജീവനുള്ളതാക്കി മാറ്റിയ ചില വാക്കുകളുണ്ടല്ലോ, അതിലേക്കൊന്ന് നോക്കാം. ആ കഥയുടെ ബിൽഡിംഗ് ബ്ലോക്സ് എന്ന് പറയാം. ഈ വാക്കുകളൊന്ന് നോക്കിയേ. ഇതൊന്നുമില്ലാതെ ആ കഥ നമുക്ക് സങ്കല്പിക്കാൻ പോലും പറ്റില്ല. മുനീറിന്റെ ജാർ, അതായത് അയൽക്കാരന്റെ വീട്ടിന്നുയർന്ന ദുഃഖാൻ, അതായത് പുക. അവൻ വിളിച്ചു പറഞ്ഞ മഹത്തത്തുൽ ഇത്ഫ, നമ്മുടെ ഫയർ സ്റ്റേഷൻ. പിന്നെ ഫയർഫോഴ്സ് പറഞ്ഞ വാജിബ്, അവരുടെ കടമ. ഈ വാക്കുകളൊക്കെ ചേർന്നപ്പോഴല്ലേ നമ്മുടെ മനസ്സിലെ ആ സീൻ കറക്റ്റായിട്ട് വന്നത്. ഓക്കെ, അപ്പോൾ കഥയായി, വാക്കുകളായി. ഇനി നമുക്ക് അറബി ഭാഷയുടെ ഒരു ചെറിയ ടെക്നിക്കൽ സൈഡിലേക്ക് പോകാം. അതായത് അറബിയിൽ ഒന്നിൽ കൂടുതൽ ആൾക്കാരെയോ അല്ലെങ്കിൽ സാധനങ്ങളെയോ പറ്റി എങ്ങനെയാണ് പറയുക, അതാണ് നമ്മൾ ഇനി നോക്കാൻ പോകുന്നത്. അൽജം അല്ലെങ്കിൽ പ്ലൂറൽസ്, അതായത് ബഹുവചനം. ഈ പേരൊന്നും കേട്ട് പേടിക്കേണ്ട. സിമ്പിളായി പറഞ്ഞാൽ 2ൽ കൂടുതൽ എണ്ണമുള്ള എന്തിനേയും പറയാൻ ഉപയോഗിക്കുന്ന ഒരു വാക്ക്, അത്രയുള്ളൂ. പക്ഷേ അറബിയിൽ ഇത് പറയാൻ രസകരമായ 3 വഴികളുണ്ട്. ഇതാണ് ആ 3 ടൈപ്പ് പ്ലൂറൽസ്. ഇതിൽ ആദ്യത്തെ 2 ഒരു പ്രത്യേക റൂളുണ്ട്. പക്ഷേ മൂന്നാമത്തെ ആള് കുറച്ചൊരു വെറൈറ്റിയാണ്, ഒരു പ്രത്യേക നിയമമൊന്നുമില്ല. അപ്പോൾ ഓരോന്ന് എന്താണെന്ന് നമുക്ക് എക്സാമ്പിൾ വെച്ച് തന്നെ നോക്കാം. ഇങ്ങോട്ട് നോക്കിയേ. ഒരു പുല്ലിംഗ വാക്കിനെ, അതായത് ഒരു മാസ്കുലിൻ വേർഡിനെ പ്ലൂറലാക്കണമെങ്കിൽ വാക്കിന്റെ അവസാനം ഒരു ഊന ചേർത്താൽ മതി. മുദർറിസൂന എന്ന് പറഞ്ഞ പോലെ. ഇനി സ്ത്രീലിംഗാണെങ്കിലോ അവസാനം ഒരു ആത്ത് ചേർത്താൽ മതി, മുഅ്മിനാത്ത് എന്നതുപോലെ. പക്ഷേ ഈ മൂന്നാമത്തെ ആളുണ്ടല്ലോ, ബ്രോക്കൺ പ്ലൂറൽ, അയാൾക്കൊരു റൂളുമില്ല. വാക്ക് മൊത്തത്തിലങ്ങ് മാറും. ഇപ്പോൾ സദീഖ് എന്ന് വെച്ചാൽ ഫ്രണ്ട്, അതിന്റെ പ്ലൂറൽ അസ്ദിക്കാ എന്നാണ്. കണ്ടോ, വാക്കിന്റെ രൂപം തന്നെ മാറി. ഇതൊക്കെയാണ് ഈ ഭാഷയുടെ രസം. ഓക്കെ, അപ്പോൾ നമ്മളിപ്പോൾ കഥ കേട്ടു, കുറേ വാക്കുകൾ പഠിച്ചു, ഒരു കുഞ്ഞ് ഗ്രാമർ ടിപ്പും കിട്ടി. ഇനി ഇതൊക്കെ എത്രത്തോളം നമ്മുടെ തലയിൽ കയറിയിട്ടുണ്ടെന്നൊന്ന് ചെക്ക് ചെയ്താലോ? പേടിക്കേണ്ട, ഇതൊരു ചെറിയ ഗെയിമായിട്ട് കണ്ടാൽ മതി. അപ്പോൾ ഇതാ വരുന്നു ആദ്യത്തെ ചോദ്യം. കഥയിലെ ആ ഏറ്റവും ടെൻഷൻ നിറഞ്ഞ നിമിഷം ഓർമ്മയുണ്ടോ? മുനീർ ഫോണെടുത്ത് ആരെയാണ് വിളിച്ചത്? പോലീസിനെയാണോ, ഫയർഫോഴ്സിനെയാണോ, അതോ ആർമിയെയാണോ? യെസ്, ഉത്തരം അൽ ഇത്ഫ, ഫയർഫോഴ്സ് തന്നെ. നിങ്ങളുടെ ഉത്തരം ശരിയായിരുന്നെങ്കിൽ കലക്കി. നിങ്ങൾ കഥ നന്നായിട്ട് തന്നെ ശ്രദ്ധിച്ചിട്ടുണ്ട്. ഓക്കെ, അടുത്ത ചോദ്യം. കഥ തുടങ്ങിയ സമയത്ത് മുനീർ കണ്ട ആ പുക എവിടുന്നായിരുന്നു വന്നത്? അവന്റെ സ്വന്തം വീട്ടിൽ നിന്നായിരുന്നോ, അതോ അയൽവക്കത്തെ വീട്ടിൽ നിന്നോ, അതല്ലെങ്കിൽ സ്കൂളിൽ നിന്നോ? കറക്റ്റ് ഉത്തരം മൻസിൽ ജാരിഹി, അവന്റെ അയൽക്കാരന്റെ വീട്ടിൽ നിന്ന്. കണ്ടോ, ഇതുപോലുള്ള ചെറിയ ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ കഥയിലെ മെയിൻ പോയിന്റ്സ് ഒക്കെ നമ്മുടെ ഓർമ്മയിലങ്ങ് ഉറയ്ക്കും. ഇനി നമ്മൾ ഈ പാഠത്തിലെ ഫൈനൽ സ്റ്റെപ്പിലേക്ക് കടക്കുകയാണ്. നമ്മൾ ഇതുവരെ പഠിച്ച വാക്കുകളും ആ ഗ്രാമർ ട്രിപ്പും ഒക്കെ വെച്ച് എങ്ങനെ സ്വന്തമായൊരു ഐഡിയ അറബിയിൽ പറയാമെന്ന് നോക്കാം. ശരിക്കും ഒരു ഭാഷ പഠിക്കുമ്പോഴുള്ള ഏറ്റവും വലിയ സന്തോഷം ഇതാണ്. ഒരു ഭാഷ കേട്ടാൽ മനസ്സിലാകുന്നത് ഒരു കാര്യം,
പക്ഷേ ആ ഭാഷയിൽ നമുക്ക് എന്തെങ്കിലും പറയാൻ കഴിയുന്നത് വേറൊരു ലെവലാണ് അല്ലേ? അപ്പോൾ ഈ അവസാനത്തെ എക്സസൈസ് നമ്മളെ ആ ഒരു സ്റ്റെപ്പിലേക്ക് കൊണ്ടുപോകാനാണ്. പഠിച്ചതൊക്കെ വെച്ച് ഒരു സെന്റൻസ് ട്രാൻസ്ലേറ്റ് ചെയ്യുക. ഈ സെന്റൻസ് ഒന്ന് നോക്കിയേ. സമീർ അവന്റെ അയൽക്കാരന്റെ വീടിന്റെ അടുത്ത് ആംബുലൻസ് കണ്ടു. ഇതിലെ സയ്യാറത്തുൽ ഇസാഫ്, അതായത് ആംബുലൻസ്, പിന്നെ ജാർ, അയൽക്കാരൻ, ഈ വാക്കുകളൊക്കെ ഇപ്പോൾ നിങ്ങൾക്ക് നല്ല പരിചയം തോന്നുന്നില്ലേ? കണ്ടോ, കുറച്ച് മിനിറ്റ് മുൻപ് നമുക്കൊന്നും മനസ്സിലാവാതിരുന്നൊരു സെന്റൻസ് ഇപ്പോൾ നമുക്ക് വായിച്ചെടുക്കാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ഒന്നാലോചിച്ച് നോക്കിയേ, ഈ കുറഞ്ഞ സമയം കൊണ്ട് നമ്മൾ എന്തൊക്കെയാ ചെയ്തതെന്ന്. ഒരൊറ്റ പേജിൽ നിന്ന് നമ്മൾ ഒരു കഥ മുഴുവൻ കേട്ടു, പുതിയ വാക്കുകൾ പഠിച്ചു, ഗ്രാമറിൻ്റെ ഒരു ബേസിക് ഐഡിയ കിട്ടി, നമ്മളെ തന്നെ ഒന്ന് ടെസ്റ്റ് ചെയ്തു, അവസാനം ഒരു സെന്റൻസ് ട്രാൻസ്ലേറ്റ് ചെയ്യുന്ന ലെവലിൽ വരെ എത്തി. പോകുന്നതിനു മുൻപ് ഒരു ചെറിയ കാര്യം കൂടി. ഇത് അറബി പഠിക്കുന്ന കാര്യം മാത്രമല്ല, നമ്മുടെ ജീവിതത്തിലെ ഏതു വലിയ ടാർഗറ്റും ഇതുപോലെ ചെറിയ സ്റ്റെപ്പുകളായിട്ട്, അതായത് ഒരു കഥ, കുറച്ച് വാക്കുകൾ, ഒരു ചെറിയ പ്രാക്ടീസ്, ഇങ്ങനെ മാറ്റി നോക്കിയാൽ എത്ര എളുപ്പമാകും അല്ലേ? ഒരു കഥയിൽ തുടങ്ങി പടിപടിയായി മുന്നോട്ടു പോകുന്ന ഈ ഒരു രീതിയെപ്പറ്റി നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കണം. അപ്പോൾ അടുത്തൊരു വിഷയമായി വീണ്ടും കാണാം.